നമുക്ക് എല്ലാവർക്കും ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് അറിയാം. ഇന്നത്തെ കാലത്ത് ഇത് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ ലളിതാ സഹസ്രനാമം തുടക്കത്തിൽ ചൊല്ലിത്തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥമൊന്നും അറിയാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ചൊല്ലാൻ തന്നെ നമുക്ക് പ്രയാസമുള്ളതുപോലെയൊക്കെ തോന്നും. എന്നാൽ നമ്മൾ നിരന്തരം ഇത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രയാസം മാറുന്നതായി കാണാം. കൂടാതെ ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യും. ഈ മന്ത്രം നിരന്തരമായി ചൊല്ലുന്നവരോട് ചോദിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം: ചൊല്ലിത്തുടങ്ങിയാൽ പിന്നെ ഇത് നിർത്താൻ പറ്റില്ല. മനസ്സിന് ഇതുവരെ കിട്ടാത്തൊരു ശാന്തതയും സമാധാനവും ഒക്കെ നമുക്ക് കൈവരുന്നത് പോലെ ഫീൽ ചെയ്യും. കൂടാതെ ഇത് ദിവസവും ചൊല്ലാനുള്ള ഒരു ഉന്മേഷവും നമുക്ക് ഉണ്ടാകും. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുകയും ക്ലേശങ്ങൾ അകലുകയും ചെയ്യും. കൂടാതെ ജാതകദോഷം, ഗ്രഹപ്പിഴാദോഷങ്ങൾ എന്നിവയൊന്നും നമ്മെ അലട്ടുകയില്ല. ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താനത്തിൻ്റെ പുരോഗതിക്കും ദീർഘ ആയുസ്സിനും ഇത് വളരെ ഉത്തമമായ ഒരു നാമജപമാണ്. ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ മനസ്സ് ശാന്തമാവുകയും ഏത് പ്രതിസന്ധികളെ നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യും. ദേവിയുടെ രൂപഭാവ ഗുണങ്ങൾ വർണ്ണിക്കുന്ന ഈ സ്തോത്രത്തിലെ ഓരോ നാമവും ഓരോ മന്ത്രങ്ങളാണ്. മറ്റ് സഹസ്രനാമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമം പോലും ആവർത്തിക്കപ്പെടുന്നില്ല. ശ്രീമാത എന്ന് തുടങ്ങി ലളിതാംബിക എന്ന നാമത്തിൽ ഈ സഹസ്രനാമം പൂർണ്ണമാകുന്നു. അതായത് എല്ലാം അമ്മയിൽ നിന്ന് ആരംഭിച്ച് അമ്മയിൽ തന്നെ ലയിച്ചു ചേരുന്നു.